നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ മിനിസ്റ്ററുടെ ചേച്ചിയാണ് അംബിക. എന്നോട് പറഞ്ഞ അത് പ്രതാപനോട് പറയുന്നത് പോലെയാ. മാഡം, എനിക്കങ്ങനെ ചെയ്യാനാവില്ല. എന്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞത് ദാ ഈ കവർ വർമ്മസാറിനെ നേരിട്ട് കണ്ട് വർമ്മസാറിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാ. ഒരിക്കലും ദീപകിനെ കണ്ട് അവന്റെ മകൻ അങ്ങനെ ആവരുത് രാജു. അച്ഛന് അമ്മായിയോടുള്ള സോഫ്റ്റ് കോർണർ മുതലാക്കി എന്തൊക്കെ സംഭവിച്ചാലും അമ്മായി ദീപകിനെ വീട്ടിൽ തന്നെ നിർത്തും. നമുക്കവനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം. വളർന്നു വരുന്ന സാഹചര്യങ്ങളില് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുകയും അവരുടെ ഭാവിയുടെ ഗതി നിയന്ത്രിക്കുന്നതും. ദീപകിനെ പോലെ ഒരുത്തൻ അവന്റെ സ്വന്തം കുഞ്ഞിനും മറ്റൊരാൾക്കും മാതൃകയാവാൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഋതിക മാഡം പറഞ്ഞത് സത്യ. നമുക്ക് വേണ്ടത് ചെയ്യാം. ശരി രാജു. രാജു, എന്താ മാഡം? എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും കോൺഫിഡൻസും സപ്പോർട്ടും തന്നിട്ടുള്ളത് ആരാണെന്ന് രാജുവിനറിയാമോ? എന്താ രാജു ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല മാഡം. ഞാൻ രാജുവിനെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. എന്താ രാജുവിനൊരു ഗൗരവം? എനിക്കെന്ത് ഗൗരവം? ജീവിതത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ അയാളുടെ സ്നേഹം മനസ്സിലാക്കാതെ അയാളെ അവോയ്ഡ് ചെയ്യുന്നത് എന്തുമാത്രം വിഷമമുള്ള കാര്യമാണെന്ന് രാജുവിന് അറിയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് സ്നേഹിച്ചിരുന്നത് എന്റെ അച്ഛനെയായിരുന്നു. അച്ഛൻ പക്ഷേ എന്റെ സ്നേഹം മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോ അച്ഛനെ സ്നേഹിച്ച അത്രയും ചിലപ്പോ അതിനേക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുന്ന ആളും രാജുവാ. എന്റെ സ്നേഹം എന്താ രാജു മനസ്സിലാക്കാത്ത? താൻ ആരാണെന്നും തന്റെ സ്ഥാനം എന്താണെന്നും നല്ല ബോധ്യമുള്ള ഒരാള് അയാളുടെ നിലയും വിലയും മറന്ന് ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യില്ല മാഡം. എല്ലാവർക്കും ഋതിക മാഡത്തിനോടുള്ളതിനേക്കാൾ കുറച്ചധികം സ്നേഹം എനിക്ക് മാഡത്തിനോടുണ്ട്. അത് പക്ഷെ ഒരിക്കലും ഋതിക മാഡം ആഗ്രഹിക്കുന്ന പോലൊരു ഇഷ്ടമല്ല. ഒരിക്കലും അങ്ങനെ ആവുകയില്ല. അത് 1000 തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ. സമയം വൈകുന്നു. നമുക്ക് പോവാം മാഡം. അപ്പോൾ നീ ട്യൂഷൻ വിട്ടില്ലേ? അവൾ ഇറങ്ങിയല്ലോ. പാർട്ടി പ്രവർത്തകരാരെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല ശേരട്ടാ, ആരും വന്നിട്ടില്ല. എവിടേക്ക് ചേച്ചി? ഞാനൊന്ന് ക്ഷേത്രത്തിലേക്കാ. യാമിനി വരുന്നുണ്ടോ ക്ഷേത്രത്തിലേക്ക്? ഇല്ല ചേച്ചി, ഞാൻ പതിവ് പോലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ചേച്ചി പോയിട്ട് വാ. എന്താ ചേച്ചി ഈ ദിവസം ഒരു ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും വഴിപാട് നടത്താനുണ്ടോ? ദീപകിന്റെ പേരിൽ ഒരു ശത്രു സംഹാര പൂജ നടത്തണം. ദിവസങ്ങൾ കഴിയും തോറും അവന് ശത്രുക്കൾ കൂടി വരികയാണല്ലോ. ദീപകിന്റെ ശത്രുക്കളെ കുറയ്ക്കാൻ വേണ്ടിട്ട് ചേച്ചി ക്ഷേത്രത്തിൽ പോയി അവന് ശത്രു സംഹാര പൂജ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവന്റെ കയ്യിലിരിപ്പ് നേരാകാൻ എന്തെങ്കിലും വഴിപാടുണ്ടോന്ന് ക്ഷേത്രത്തിൽ നിന്ന് അന്വേഷിച്ചു നോക്ക്. ശേഖര, നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാ നിന്നെ അവന് തീരെ ഇഷ്ടമല്ലാത്തത്. എടാ, നീ അവന്റെ അമ്മാവനല്ലേ? എന്നിട്ടും നീ എന്താ അവനെ മനസ്സിലാക്കാതെ ഒരു ശത്രുവിനെ പോലെ കാണുന്നേ? നിനക്ക് രാജുവിനെ പറ്റി പറയാൻ 100 നാവാണല്ലോ. രക്തബന്ധത്തിന് നിനക്കൊരു വിലയുമില്ല അല്ലേ? ചെറുപ്പത്തിലേ അമ്മ നിന്നെ എടുത്തോണ്ട് നടന്നതിനേക്കാൾ കൂടുതലേ എടുത്തോണ്ട് നടന്നിരുന്നത് ഞാനല്ലേടാ. എന്നിട്ടും എന്റെ മോനോട് നിനക്ക് വെറുപ്പും ദേഷ്യവും. ശേഖര, എല്ലാം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. കാലം മാറും. പിന്നീടൊരിക്കൽ നിനക്കൊരാപത്ത് വന്നാ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ, അന്ന് നിനക്ക് ഈ പറയുന്ന രാജുവും ഋതികയും ഒന്നും കാണില്ല. എന്റെ മകനെ കാണൂ.
എന്റെ മകനെതിരെ ഈ വേലക്കാരി പെണ്ണ് പറഞ്ഞ നുണയെ ചൊല്ലിയാണല്ലോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ അവനെ തള്ളി പറയുന്നത്. എന്റെ മകന്റെ ഭാഗത്താണ് ന്യായമെന്ന് തെളിയുന്ന ഒരു ദിവസം വരും. എക്സ്ക്യൂസ് മീ മാഡം, സോറി, നിങ്ങളെന്തോ ഫാമിലി മാറ്റർ ചർച്ച ചെയ്യുവാണെന്ന് തോന്നുന്നു. എനിക്ക് മിനിസ്റ്ററെ ഒന്ന് കാണുമായിരുന്നു. എന്താ കാര്യം? അത് ഞാൻ വർമ്മ സാറിനോട് നേരിട്ട് പറഞ്ഞോളാം. മിനിസ്റ്റർ ഒന്ന് വിളിക്കാമോ? ഞാൻ മിനിസ്റ്ററുടെ ചേച്ചിയാണ്, അംബിക. എന്നോട് പറഞ്ഞ അത് പ്രതാപനോട് പറയുന്നത് പോലെയാ. മാഡം, എനിക്കങ്ങനെ ചെയ്യാനാവില്ല. എന്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞത് ദാ ഈ കവർ വർമ്മ സാറിനെ നേരിട്ട് കണ്ട് വർമ്മ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കാനാ. സോറി മാഡം. ശേഖരേട്ടാ, പ്രതാപേട്ടനെ വിളിക്ക്. ആ ശരി. ആ ദേ ചേട്ടൻ വരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ സാർ. ദിവ്യ എന്ന പെൺകുട്ടിക്ക് ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വ പരിശോധനയുടെ റിസൾട്ടാണ് സാർ ഇത്. സാറ് പറഞ്ഞിരുന്നത് പോലെ DNA റിസൾട്ട് വന്നപ്പോ തന്നെ ജേക്കബ് സാറ് ഇതെന്നെ ഏൽപ്പിച്ച് നേരെ ഇവിടേക്ക് വരാൻ പറഞ്ഞു. ഇതാ സാർ. ജേക്കബ് എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. താങ്ക് യു. വെൽക്കം സാർ. ദിവ്യേ, ഇങ്ങ് വാ. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള DNA റിസൾട്ടായത്. കുഞ്ഞിന്റെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ഈ റിപ്പോർട്ടിലുള്ളത് ആരുടെ പേരാണെങ്കിലും അയാൾ നിന്നെ ഭാര്യയായി സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും നിന്റെ ഭർത്താവായി നിന്റെ ഒപ്പം തുടരും. ആരും അതിനൊരു തടസ്സമായി നിൽക്കില്ല. അത് എന്റെ ഉറപ്പാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ? അറിയാം സാർ. ദാ ഇത് വായിക്കാൻ. ദിവ്യ, കുഞ്ഞിനെ ഇങ്ങത്താ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.